കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കോലാഹലങ്ങൾ, പ്രത്യേകിച്ചും മാധ്യമങ്ങൾ വഴി നടത്തിയത്, ഒരുപക്ഷെ ആ ബ്ലൂ പ്രിന്റ് എന്നുള്ള അന്നത്തെ ആ പ്രതികരണം, അതിനെ തുടർന്ന് ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങളുടെയൊക്കെ നമ്മളൊരു പരിധിവരെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിനപ്പുറമുള്ള ഒരു കവറേജ് ആ വിഷയത്തിൽ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്ന ഘട്ടം മുതൽ തന്നെ വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ, വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിനുശേഷം ഒന്നുമില്ലാതാകുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ എന്ന് വളരെ നിഷ്കളങ്കമായി BJP നേതാക്കൾക്ക് ചോദിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമ്മളതിനെ വളരെ പൊളിറ്റിക്കലായിട്ട് തന്നെ കാണണം. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. കേരളത്തിൽ വേരുറപ്പിക്കാനായിട്ട് കഴിഞ്ഞ ഏതാണ്ടൊരു 40 വർഷമായിട്ട് ഹിന്ദുത്വം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 80-കൾ മുതൽ BJP വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാനും അതേപോലെ തന്നെ നിയമസഭാ സീറ്റുകളും ലോക്സഭാ സീറ്റുകൾ നിൽക്കുക, കൂടുതൽ പഞ്ചായത്തുകൾ നേടുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ളൊരു ശ്രമം ഇവർ നടക്കുന്നുണ്ട്. നിയമസഭ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാനായിട്ട് കഴിയും എന്നുള്ളത് BJP ദേശീയ തലത്തിൽ തന്നെ ദീർഘകാലമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു പൊളിറ്റിക്കൽ ഒരു ബീയിങ് എന്നുള്ള രീതിയിൽ, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ തിരുവനന്തപുരം മാത്രമല്ല, ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി എന്ന് വെച്ചാൽ കൗതുകത്തോടു കൂടി ഞാൻ നോക്കിയായിരുന്നു. കാരണം എന്തായിരിക്കും നരേന്ദ്രമോദി ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരളത്തിൽ വന്നിട്ട് നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ. ഞാൻ വലിയ പ്രഖ്യാപനങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. കാരണം ആ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാകുമോ അല്ലയോ എന്നുള്ള കാര്യമല്ല, മറിച്ച് പ്രഖ്യാപനങ്ങൾ എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം, ഏത് രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രഖ്യാപനങ്ങൾ എന്നുള്ളത് വളരെയധികം ഒരു വാർത്താ പ്രാധാന്യങ്ങൾ കിട്ടാൻ പോകുന്നൊരു കാര്യമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അതൊരു വലിയ വാർത്തകളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടുകയും ചെയ്തു. കുറച്ചു കാലത്തെ അവരുടെ ശ്രമമായിരുന്നു. വലിയ ഒരു മാർജിനിലൊന്നും അല്ലെങ്കിൽ പോലും ഭരണം പിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കരുത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് വലിയൊരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിരുന്നെങ്കിൽ അതവർക്കൊരു പൊളിറ്റിക്കൽ ഒരു ഗെയിൻ ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ സഹായിക്കുമായിരുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒരു ജേർണലിസ്റ്റ് രീതിയിൽ എനിക്ക് കുറച്ച് കൗതുകമുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം കേരളം എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥയെ ഞാനൊരു ആവാസ വ്യവസ്ഥ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് കേരളത്തിന് പുറത്തുള്ള ഒരു സമൂഹം കേരളത്തിൽ ഇപ്പോഴും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ ഈ പറയുന്ന പല സ്ഥലത്തും വേരുറപ്പിച്ചിട്ടുള്ള ഒരു ഹിന്ദുത്വയ്ക്ക് അത്രമാത്രം വേരുറപ്പിക്കാനായിട്ട് ഹിന്ദുത്വയുടെ എലമെൻറ്റ്സ് ഇവിടെ ഇല്ല എന്നല്ല, ധാരാളം ശാഖകളുള്ള, ഗുജറാത്തിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ RSS ശാഖകളുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അതെല്ലാം ഇവിടെ ഉണ്ടായിട്ട് പോലും രാഷ്ട്രീയപരമായിട്ട് ഒരു പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് BJPക്ക് അത്രമാത്രം ഇടം കൊടുക്കാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പുറമേയുള്ള ആളുകൾ ഇതൊരു വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥയായിട്ട് തന്നെ കണക്കാക്കുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെ, എത്രയോ കാലമായിട്ട് 80കളിലും എല്ലാം പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് കോൾവാൾക്കറിൻ്റെ കാലത്ത് മദൻ മോഹൻ മാളവ്യ, പല ആളുകൾ വിശ്വഹിന്ദുപരിഷത്തിൻ്റെ ഹിന്ദുപരിഷത്ത് എന്ന് പറയുന്നത് വിശ്വഹിന്ദുപരിഷത്തല്ല, അതിന് മുമ്പുണ്ടായിട്ടുള്ള അതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ കാലത്തെല്ലാം കേരളത്തിലേക്ക് പല രീതിയിൽ കടന്നു വരാനായിട്ടുള്ളൊരു വലിയ ശ്രമങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇതിലേക്ക് കടന്നു വരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തുടർന്നുള്ള ശ്രമങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയ ഒരു പോയിൻ്റായിട്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ BJP കണക്കാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇവിടെ കേരളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി ഒരു വിപുലമായ രീതിയിലുള്ള എത്രയെങ്കിലും കാര്യങ്ങളുടെ ഒരു പ്രഖ്യാപനങ്ങൾ നടക്കുമെന്നോ, ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ BJPക്ക് പ്രയോജനം ചെയ്യാവുന്ന തരത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലേക്കുള്ള ഏതെങ്കിലും നടപടികൾ അവർ മുന്നോട്ട് വയ്ക്കുമെന്നോ എല്ലാം ഞാൻ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും കാണാത്തതിൽ
എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അത്ഭുതം തോന്നി. കാരണം അതല്ലായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നു. കാരണം പലയിടങ്ങളിലും അവർ ഇതിന് മുൻപുള്ള സ്ഥലങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് വലിയ തോതിലുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പാകത്തിന് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അവരൊരു കളമൊരുക്കിയിട്ടുള്ളത്. അതിൽ തെറ്റായിട്ടല്ല പറയുന്നത്, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി നടക്കുന്നത്. ആ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ശരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ പ്രതീക്ഷ BJP നമ്മൾ വിചാരിക്കുന്ന മാതിരി, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രതീക്ഷ BJP വയ്ക്കുന്നില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഒരു വരവിനും അതിനുള്ള പ്രഖ്യാപനങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു തോന്നലുണ്ടായി. ഓക്കെ.